ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. അഗസ്ത്യമുനി ഇങ്ങനെ ഓരോ സംഭവങ്ങളായി പറയാൻ തുടങ്ങി. ഓരോ ഇടങ്ങളിൽ രാവണൻ പോയി നടത്തുന്ന അതിക്രമങ്ങളും ആ ഭൂപ്രദേശങ്ങളെയും ആ രാജാക്കന്മാരെയും കീഴടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി അഗസ്ത്യമുനി വിവരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നാണ് രാവണൻ ഒരിക്കൽ സൂര്യവംശ രാജാക്കന്മാർ ഭരിക്കുന്ന നാടായ അയോധ്യയിൽ എത്തിച്ചേർന്നു. അയോധ്യയിൽ അന്ന് അനരണ്യൻ എന്ന് പറയുന്ന രാജാവാണ് ഭരിച്ചിരുന്നത്. സ്വാഭാവികമായും സൂര്യവംശ രാജാക്കന്മാർ പ്രജാതൽപരരും അനാവശ്യമായ ഒരു വിവാദത്തിലും ചെന്നുപെടാത്തവരും പ്രജാതൽപരരുമായ ഭരണാധികാരികളാണ്. അവർക്ക് അവരുടെ പ്രജകളുടെ ക്ഷേമമാണ് പ്രധാനമായ കാര്യം. ആ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് രാജാക്കന്മാരുടെ പൊതുവായിട്ടുള്ള സൂര്യവംശ രാജാക്കന്മാരുടെ സ്വഭാവവും രീതിയും. അനരണ്യനും ആ നിലയിലുള്ള ഒരു രാജാവായിരുന്നു. ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ് അനരണ്യൻ. വൈവസ്വതു മനുവിന് ശ്രദ്ധ എന്ന ഭാര്യയിൽ ജനിച്ച 10 പുത്രന്മാരിലൊന്നാണ് ഇക്ഷ്വാകു. ഇക്ഷ്വാകുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇക്ഷ്വാകു വംശം. സൂര്യവംശ രാജാക്കന്മാരെല്ലാം ഇക്ഷ്വാകു വംശജരാണ്. ഇക്ഷ്വാകുവിൽ നിന്ന് ദണ്ഡൻ, വികുഷി, നിമി എന്നീ 3 പേർ ജനിച്ചു. അവരിൽ വികുഷിയിൽ നിന്ന് ശശാതനും, ശശാതനിൽ നിന്ന് പുരഞ്ജയനും, പുരഞ്ജയനിൽ നിന്ന് കകുൽസ്ഥനും, കകുൽസ്ഥനിൽ നിന്ന് അനേനസും, അനേനസിൽ നിന്ന് പൃഥുലാശനും, പൃഥുലാശനിൽ നിന്ന് പ്രസേനജിത്തും, പ്രസേനജിത്തിൽ നിന്ന് യുവനാശനും, യുവനാശനിൽ നിന്ന് മാന്ധാതാവും ജനിച്ചു. മാന്ധാതാവിൻ്റെ പുത്രന്മാരാണ് അംബരീഷൻ, മുചുകുന്ദൻ, പുരുത്സകൻ എന്നിവർ. ഇതിനു പുറമെ 50 പുത്രിമാരും മാന്ധാതാവിനുണ്ടായി. അവരെ സൗരഭി എന്ന മഹർഷി വിവാഹം കഴിച്ചു. മാന്ധാതാവിൻ്റെ പുത്രന്മാരിൽ പുരുപുരുഷനിൽ നിന്നാണ് വീണ്ടും വംശാവലി തുടങ്ങുന്നത്. പുരുപുരുഷനിൽ നിന്ന് ത്രസഫിസ്യുവിൽ നിന്ന് അനരണ്യനും ജനിച്ചു. അനരണ്യനിൽ നിന്ന് അരിശ്യനും, അരിശിൽ നിന്ന് വസുമനസ്സും, വസുമനസ്സിൽ നിന്ന് സുതന്യാവും, സുതന്യാവിൽ നിന്ന് ത്രൈരാരുണ്യനും, ത്രൈരാരുണ്യനിൽ നിന്ന് സത്യവാൻ അഥവാ ത്രിശങ്കുവും, ത്രിശങ്കുവിൽ നിന്ന് ഹരിചന്ദ്രനും, ഹരിചന്ദ്രനിൽ നിന്ന് ഹരിതനും, ഹരിതിൽ നിന്നും ചുഞ്ചുവും, ചുഞ്ചുവിൽ നിന്ന് സുദേവനും, സുദേവനിൽ നിന്ന് ഭരികനും, ഭരികനിൽ നിന്ന് സകരനും ജനിച്ചു. സകരന് സുമതി എന്ന ഭാര്യയിൽ 60,000 സന്താനങ്ങളും കേശിനി എന്ന ഭാര്യയിൽ അസമഞ്ജസ് എന്ന പുത്രനും ഉണ്ടായി. അസമഞ്ജസന് അംശുമാനും, അംശുമാന് ഭഗീരഥനും, ഭഗീരഥന് ശ്രുതാനഭനും, ശ്രുതാനഭന് സിന്ധുദീപനും, സിന്ധുദീപന് അയുതായുസ്സും, അയുതായുസ്സിന് ഋതുവർണ്ണനും, ഋതുവർണ്ണന് സർവകാമനും, സർവകാമന് സുദാസനും, സുദാസന് മിത്രസഖനും, മിത്രസഖന് കന്മാദക്ഷപാദന്, അംശകനും, അംശകന് മൂലകനും ജനിച്ചു. മൂലകൻ്റെ പുത്രനാണ് ഖദംഗ്വാൻ. ഖദംഗ്വാൻ്റെ പുത്രൻ ദീർഘബാഹു അഥവാ ദിലീപൻ. ദീർഘബാഹുവിൻ്റെ പുത്രൻ രഘു. രഘുവിൻ്റെ പുത്രൻ അജൻ. അജൻ്റെ പുത്രനാണ് ദശരഥൻ. ദശരഥൻ്റെ പുത്രന്മാരാണ് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും. ഈ വിധം അഗസ്ത്യമുനി രഘുവംശത്തിൻ്റെ വംശാവലി
പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇപ്പോൾ അനരണ്യൻ തൻ്റെ മുൻഗാമികളുടെ പാരമ്പര്യമനുസരിച്ചുള്ള കരുത്തുള്ള ഭരണാധികാരിയായും സംശുദ്ധ ഭരണാധികാരിയായും മുന്നോട്ട് പോകവെയാണ് രാവണൻ്റെ വെല്ലുവിളി ഉണ്ടായത്. രാവണൻ യുദ്ധത്തിന് വിളിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അനരണ്യൻ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങി. അവർ തമ്മിൽ കടുത്ത യുദ്ധം നടന്നു, വലിയ യുദ്ധം നടന്നു. യുദ്ധത്തിനൊടുവിൽ അനരണ്യനെ രാവണൻ വധിച്ചു. അനരണ്യൻ കൊല്ലപ്പെടുമ്പോൾ അനരണ്യൻ പറഞ്ഞു, രാവണ, എൻ്റെ വംശത്തിൽ ദശരഥൻ എന്ന രാജാവുണ്ടാകും. ആ രാജാവിൻ്റെ പുത്രൻ നിന്നെ വധിക്കും. അതായിരിക്കും നിൻ്റെ അന്തിമ കാലം. അതാണ് നിൻ്റെ അന്തിമ വിധി. ഈ വിധം പറഞ്ഞുകൊണ്ടാണ് അനരണ്യൻ തൻ്റെ ദേഹം വെടിഞ്ഞത്. അങ്ങനെ രഘുവംശത്തിനെയും രാവണൻ ആക്രമിക്കുകയും രഘുവംശത്തിനും ദുഃഖം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് രാവണനാൽ. ആ അവസ്ഥയ്ക്കാണ് ഇപ്പോൾ രഘുവംശത്തിൽ പിറന്ന സാക്ഷാൽ ശ്രീരാമദേവൻ രാവണനെ വധിച്ചുകൊണ്ട് അനരണ്യൻ്റെ വാക്ക് നിറവേറ്റിയിരിക്കുന്നത്. അഗസ്ത്യമുനി ഇതിങ്ങനെ പറയുമ്പോൾ ഭരതൻ്റെ മുഖത്ത് ചെറിയ നിരാശയോടുകൂടി തന്നെ, ആ നിരാശ പടർന്ന മുഖത്തോടുകൂടി തന്നെ ഭരതൻ ചോദിച്ചു, അല്ലയോ മഹർഷി, ഈ ദേവന്മാർ കൊടുക്കുന്ന വരങ്ങളിലൂടെയാണല്ലോ ഈ രാക്ഷസർ ഇത്രയധികം ശക്തന്മാരാകുന്നത്. രാവണൻ തന്നെ ഇത്രയധികം ശക്തിമാനായി മാറിയത് ബ്രഹ്മദേവൻ്റെയും മഹാദേവൻ്റെയും വരബലത്താലാണല്ലോ. ഈ വരബലം ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യപ്പെടുമെന്ന് ഈ ദേവന്മാർ എന്തേ മനസ്സിലാക്കിയില്ല എന്നിങ്ങനെ ഭരതൻ അഗസ്ത്യമുനിയോട് ചോദിച്ചു. അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു, ദീർഘകാലം തപസ് ചെയ്ത് അനേകം വർഷങ്ങൾ കഠിന തപസ് ചെയ്തു, കൊടും പരീക്ഷണം നടത്തി ആണ് ഇവർക്ക് ഒക്കെ വരദാനം നൽകിയിട്ടുള്ളത്. ദശാനനൻ വെറുതെ ഒരു വരവും നേടിയിട്ടില്ല. ബ്രഹ്മദേവനിൽ നിന്നായാലും ശ്രീ മഹാദേവനിൽ നിന്നായാലും വരം നേടിയതൊക്കെ തന്നെ കൊടും തപസ്സിലൂടെയാണ്. വളരെ വലിയ പരീക്ഷകൾ നേരിട്ടാണ് ദശാനനൻ ഈ വരലബ്ധിക്ക് അർഹനായത്. അതുകൊണ്ട് വരലബ്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ദശാനനൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യവും വരം നൽകുന്ന ശ്രീപരമേശ്വരനായാലും ബ്രഹ്മദേവനും തിരിച്ചറിയാം. അതിൻ്റെ പര്യവസാനവും ഏതു വിധത്തിലാണെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ വരങ്ങൾ നൽകിയതും ഇപ്പോൾ ശ്രീരാമനാൽ ആ ദശാനനന് അന്ത്യമുണ്ടായതും എന്ന് അഗസ്ത്യമുനി പറഞ്ഞു നിർത്തി.